ഐഫോണിൻ്റെ റാം ചേഞ്ചിങ് തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടെക്നീഷ്യന്മാർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുന്നൊരു വർക്കാണല്ലോ, അപ്പോൾ നിങ്ങളത് പുറത്ത് വിടാൻ കാണിച്ചതിൽ ഒരു ടെക്നീഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങളൊരു ബിഗ് താങ്ക്സ് പറയാണ്. ആഷിഖ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലും അതേപോലെ ഡിയാറ്റ് കോഴ്സ് ഫോർ ടെക്നീഷ്യൻസ് എന്നുള്ള പേജിലാണ് ഈ വീഡിയോ വരുന്നത്. റാം ചേഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ഇൻബോക്സ് ചോദിക്കാവുന്നതാണ്. റാം ചേഞ്ചിങ്ങിനായി ഐഫോൺ XR ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണയായി ഞാൻ 2 ടൈപ്പ് ബ്ലേഡാണ് യൂസ് ചെയ്യാറുള്ളത്, നമ്പർ 4, നമ്പർ 15. ആദ്യമായി മദർ ബോർഡ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം CPU-ൻ്റെ ഏതെങ്കിലും ഒരു എഡ്ജിൽ നിന്നും കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള IC-കളിലോ കമ്പോണൻറ്റുകളിലോ ബ്ലേഡ് തട്ടാൻ ശ്രദ്ധിക്കണം. ബ്ലേഡ് തട്ടിക്കഴിഞ്ഞാൽ, ഒരു കപ്പാസിറ്ററിലൊക്കെ ബ്ലേഡ് തട്ടിക്കഴിഞ്ഞാൽ അത് സ്ക്രാച്ചായി അത് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റെസിസ്റ്ററിലെല്ലാം തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂവിലെല്ലാം മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. സാധാരണ ഡബിൾ ഡക്കർ CPU വരുന്ന ആൻഡ്രോയിഡ് സെറ്റുകളിൽ റാം ചേഞ്ചിങ് ഒക്കെ വളരെ ഈസിയാണ്. മറ്റൊന്നിടുകയോ അല്ലെങ്കിൽ റീബോൾ ചെയ്തിടുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ iPhone 7 അതിന് മേലെ വരുന്ന സെറ്റുകളിൽ CPU-യുമായി ചേർന്നാണ് റാം വരുന്നത്. ഈ രീതിയിൽ CPU-യുമായി ചേർന്ന് റാം വരുന്ന സെറ്റുകളിൽ CPU-ൻ്റെ മേൽഭാഗത്തുള്ള റാം ഗ്രൈൻഡ് ചെയ്ത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയോ ചെയ്യാം. ശേഷം അതിലേക്ക് മറ്റൊരു റാം ഫിക്സ് ചെയ്ത് കൊടുക്കാം. പുതിയ റാമിനായി നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുതിയ റാം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളടുത്ത് ഒഴിവാക്കിയ CPU ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് CPU-ൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തോ ഗ്രൈൻഡ് ചെയ്തോ ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ റാമിൻ്റെ ഭാഗം മാത്രം ബാക്കി വെച്ച് അത് റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സാൻഡ്വിച്ച് ബോർഡ് വരുന്ന സെറ്റുകളിൽ റാമിൻ്റെ തിക്നെസ് പരമാവധി കുറച്ച് വേണം കട്ട് ചെയ്യാൻ. റാമിൻ്റെ തിക്നെസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ബോർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് CPU-ൻ്റെയും റാമിൻ്റെയും തിക്നെസ് കൂടിയത് കാരണം പ്രോപ്പറായി ഫിക്സ് ആകുന്നതല്ല. അതുകൊണ്ട് റാമിൻ്റെ തിക്നെസ് പരമാവധി കുറച്ച് വേണം റീബോൾ ചെയ്തിടേണ്ടത്. റാമിൻ്റെ കട്ടി കുറയ്ക്കാനായി ഞാൻ ആദ്യം ബ്ലേഡ് കൊണ്ട് കുറച്ച് കട്ട് ചെയ്തു. അതിനുശേഷം സാൻഡ് പേപ്പറിൽ ഉരച്ചാണ് കട്ടി കുറച്ചിട്ടുള്ളത്. റാം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമറുടെ യൂസർ ഡാറ്റ ഒന്നും മിസ്സായി പോകുന്നില്ല. ഇപ്പോൾ റാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ പേജും അതുപോലെ ഡിയാറ്റിൻ്റെ പേജും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇപ്പോൾ സെറ്റ് ബൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം നോർമലാണ്.